നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. വെർച്വൽ അറസ്റ്റിന്റെ വാർത്ത. കേരളത്തിൽ ഇപ്പോൾ ഈ വാർത്ത അസാധാരണമല്ല. വീണ്ടും വീണ്ടും എന്നെ പറ്റിക്കൂ എന്ന് പറഞ്ഞ് മലയാളി ചെന്ന് നിൽക്കുകയാണ്. അതെ, വീട്ടിലെ മുറിയിൽ അറസ്റ്റിലായിരുന്ന ഡോക്ടറെ മോചിപ്പിച്ച് പോലീസ്. ഡോക്ടറുടെ അക്കൗണ്ടിൽ അസ്വാഭാവിക ട്രാൻസാക്ഷൻ നടക്കുന്നുവെന്ന് SBI ആണ് സൈബർ പോലീസിനെ അറിയിച്ചത്. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറാണ് തട്ടിപ്പിന് ഇരയായത്. ഡോക്ടറെ വെർച്വൽ അറസ്റ്റിൽ കുടുക്കിയത് സുപ്രീം കോടതിയുടെയും RBIയുടെയും പേരിൽ വിളിച്ചുകൊണ്ടാണ് എന്ന് കോട്ടയം SP ഷാഹുൽ ഹമീദ് പറഞ്ഞു. അവർ ജസ്റ്റ് ഒബ്ജക്ഷണബിൾ മെറ്റീരിയൽസ് ഉണ്ട്, നിങ്ങൾക്ക് എതിരെയുള്ള റിപ്പോർട്ട് മുംബൈ പോലീസിന് കൊടുത്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം പാനിക്കായി. ഇദ്ദേഹം പറഞ്ഞു പിറ്റേ ദിവസം നിങ്ങൾക്ക് കോള് വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ കോള് വന്നു. ആധാർ നമ്പർ അയച്ചു കൊടുത്തു. ആ ആധാർ നമ്പറിലുള്ള അതേ വിവരങ്ങൾ മാത്രമേ ഈ പറഞ്ഞ സുപ്രീം കോടതി ഓർഡറിലും RBIയുടെ ലെറ്ററിലും ഉള്ളൂ. അപ്പോൾ അതൊരു പ്ലെയിൻ റീഡിങ്ങിൽ തന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പോലീസിന് അലർട്ട് ചെയ്യാമായിരുന്നു. ബാങ്കിലെ ആഭ്യന്തര സെക്യൂരിറ്റി സംവിധാനത്തിന് പണമിടപാടിനെ കുറിച്ച് സംശയം തോന്നിയെന്ന് SBI സർവീസ് മാനേജർ മീന ബാബു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വെർച്വൽ അറസ്റ്റ് വഴി 5 ലക്ഷം രൂപ ഡോക്ടറിൽ നിന്ന് നഷ്ടപ്പെടുമായ ഒരു തട്ടിപ്പ് നടന്നു. ആ തട്ടിപ്പ് പക്ഷെ പൊളിച്ചത് SBI മാനേജറുടെ സമഗ്രമായ നീക്കമായിരുന്നു. എന്തായിരുന്നു ഇന്നലെ നടന്ന സത്യത്തിൽ? ഇന്നലെ കസ്റ്റമർ ഒരു തേർഡ് പാർട്ടിയുടെ അക്കൗണ്ടിലോട്ട് ഫണ്ട് ട്രാൻസ്ഫറിന് റിക്വസ്റ്റുമായിട്ട് ഇവിടെ വന്നതാണ്. അപ്പം ക്രെഡിറ്റ് പോകുന്ന അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ്റെ അക്കൗണ്ട് ആയിരുന്നു. ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇങ്ങനെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളി അത് പുള്ളിയുടെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഉറപ്പാണോ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ആണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. എന്നിട്ടും പുള്ളിയോട് ഞങ്ങൾ ചോദിച്ചത് ഇപ്പോൾ സൈബർ തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ലല്ലോ എന്നും കൂടി ചോദിച്ചായിരുന്നു. അപ്പോഴും പുള്ളി അത് അല്ല, കുഴപ്പമില്ല, അയച്ചോളൂ എന്ന് പറഞ്ഞു. നമ്മൾ അയക്കുമായിരുന്നു ഫണ്ട്. ഈ ഡോക്ടറുടെ മുഖത്ത് ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സ്ഥിരമായി വരുന്ന ആളല്ല, എന്നാലും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ നമുക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പുള്ളിയോട് സംസാരിച്ചത്. അപ്പോൾ പുള്ളി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കസ്റ്റമർ പറയുമ്പോൾ നമുക്ക് അയക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ബാങ്കിൻ്റെ ഒരു PRM സെല്ലുണ്ട് ജയ്പൂരുള്ള, അവിടെ നിന്ന് ഞങ്ങൾക്ക് കോൾ വന്നു. ഈ 2 അക്കൗണ്ടിലെയും ട്രാൻസാക്ഷൻസ് തമ്മിൽ ഈ ബാങ്കിൽ ചെന്ന് പണമിടപാട് നടത്താൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ബാങ്ക് നേരിട്ട് ഇടപെടുകയായിരുന്നു. പക്ഷെ അല്ലാതെ തന്നെ ഈ കാര്യത്തിൽ SBI അഭിനന്ദിക്കണം കേട്ടോ. എന്നുവെച്ചാൽ അല്ലാതെ തന്നെ ചിലപ്പോൾ നമ്മൾ ഒരു 50,000-ന് മുകളിലുള്ള ട്രാൻസാക്ഷനൊക്കെ നടത്തുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് മെസ്സേജ്, കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് വന്നു, ഒരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള എമൗണ്ട് ആണല്ലോ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇത് നിങ്ങൾ തന്നെയാണോ എന്നുള്ള രീതിയിൽ മെസ്സേജ് വരുന്നു. ആണെന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ ട്രാൻസാക്ഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനം അല്ലെങ്കിൽ മുൻകരുതൽ അല്ലെങ്കിൽ വാർണിംഗ് നൽകാൻ ബാങ്കുകൾ തയ്യാറാകുന്നത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യം. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ ഈ ട്രാൻസാക്ഷന് വേണ്ടി ഇദ്ദേഹം ബാങ്കിൽ ചെന്നപ്പോൾ തന്നെ റെഡ് ഫ്ലാഗ് ഇവർ ഉയർത്തുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അല്ലല്ല എല്ലാം ഓക്കെയാണ് എന്ന് പറയുന്നു. സംശയങ്ങൾ, തട്ടിപ്പിനെ കുറിച്ച് സൂചന നൽകുന്നു, അദ്ദേഹം കേൾക്കുന്നില്ല. ഇത് കഴിഞ്ഞ് പോലീസ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. വെർച്വൽ അറസ്റ്റിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയിട്ട് പോലീസിനോട് അദ്ദേഹം പൊക്കോളൂ, ഞാനിത് ഡീൽ ചെയ്തോളാം, ഇത് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാകും എന്ന് പറയാണ്. അപ്പോൾ ആ മനോനിലയിലേക്ക് എങ്ങനെയാണ് ആളുകൾ എത്തുന്നത് എന്നുള്ളതാണ്, എത്ര കൺവിൻസ്ഡ് ആയിട്ടാണ് അവരിങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഒരു തട്ടിപ്പ് പൊളിച്ച ആളാണ്. അനന്തൻ, നമ്മളിത് പൊളിക്കുന്നു, നാട്ടുകാരെ, ജനങ്ങളെ എല്ലാവരെയും ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, എന്നിട്ടും ഇവരൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. തീർച്ചയായിട്ടും മലയാളി പറ്റിക്കാൻ വേണ്ടി നിന്നു കൊടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ചങ്ങനാശ്ശേരിയിൽ സംഭവിച്ചത്. മാത്രമല്ല വലിയ ആശ്വാസകരമായ ഒരു കാര്യം ഇതിലുണ്ട്. അത് ഈ സമീപകാലത്ത് ഈ സൈബർ തട്ടിപ്പുകൾ വ്യാപകമായതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി നിർദ്ദേശപ്രകാരം ബാങ്കുകൾ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റുകൾ തുടങ്ങിയത്. അത് SBIയും തുടങ്ങിയിരുന്നു. ആ SBIയുടെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ കാര്യക്ഷമമായ ഇടപെടലാണ് ഈ ഡോക്ടറെ വലിയ പണാപഹരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തത്. ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ സംഭവിച്ചത് ഒരു സിനിമാ സ്റ്റൈൽ ഇടപെടൽ തന്നെയാണ് പോലീസിൻ്റെയും ബാങ്കിൻ്റെയും ഭാഗത്തു നിന്ന്. കാരണം നേരത്തെ ആ ബാങ്ക് മാനേജരും കോട്ടയം SPയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബാങ്ക് സൈബർ തട്ടിപ്പുകാരുടെ ഭാഗത്ത് നിന്ന് വിർച്വൽ അറസ്റ്റിനുള്ള കോൾ വരുന്നു. അതിന് ഡോക്ടർ വഴങ്ങി കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടറിന് ഈ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഇല്ല. അതുകൊണ്ടാണ് ഡോക്ടർ നേരിട്ട് SBI ചങ്ങനാശ്ശേരി ബ്രാഞ്ചിൽ പോയി തൻ്റെ അക്കൗണ്ടിൽ നിന്ന് വടക്കേന്ത്യയിലെ ഒരു റിമോട്ടായിട്ടുള്ള ഏരിയയിലുള്ള ഒരു ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പണം ട്രാൻസാക്ഷൻ നടത്താനുള്ള അനുമതി കൊടുത്തു. അപ്പോഴും ബാങ്കുകാർ ഇടപെടുന്നുണ്ട്. പിന്നീട് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് പരിശോധിച്ചപ്പോഴാണ് ആ പണം പോയിരിക്കുന്ന അക്കൗണ്ട് ഫ്രോഡാണ് എന്നുള്ള സംശയം പ്രകടിപ്പിക്കുന്നത്. ഉടൻ തന്നെ ചങ്ങനാശ്ശേരി ബ്രാഞ്ചിലേക്ക് അവർ വിളിച്ചു പറയുന്നു. ചങ്ങനാശ്ശേരി ബാങ്ക് മാനേജർ വീണ്ടും ഈ ഡോക്ടറെ വിളിക്കുമ്പോൾ ഡോക്ടർ അതിന് വഴങ്ങുന്നില്ല. അപ്പോഴാണ് അവർ ഈ സൈബർ ഓപ്പറേഷൻ വിങ്ങിൻ്റെ തിരുവനന്തപുരത്തെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിവരം അറിയിക്കുന്നത്. അപ്പോൾ തന്നെ ചങ്ങനാശ്ശേരി പോലീസിനെ സൈബർ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ബന്ധപ്പെടുന്നു. പോലീസുകാർ ഈ ഡോക്ടറുടെ വീട്ടിലെത്തുമ്പോൾ ഡോക്ടറുടെ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ഡോക്ടർ വരുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നവുമില്ല, നിങ്ങളൊന്നും ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ളൊരു നിലപാടാണ് ഡോക്ടർ എടുത്തത്. പക്ഷേ ചങ്ങനാശ്ശേരി CI ഒരു സംശയം തോന്നി ഡോക്ടറിന് വഴങ്ങാതെ ബലം പ്രയോഗിച്ച് അകത്ത് കടന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ ഫോണിൽ
ഈ മുംബൈ പോലീസ് എന്നൊക്കെ ചമഞ്ഞ് യൂണിഫോം ഒക്കെ ഇട്ട് കുറച്ച് സൈബർ തട്ടിപ്പുകാർ ഇരിക്കുന്നത് കാണുകയും അവരെ വിരട്ടുകയും അവർ കട്ട് ചെയ്ത് പോവുകയും ചെയ്തത്. ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. അതിനുള്ളിൽ ഇത് റിപ്പോർട്ട് ആയതുകൊണ്ടാണ് ഏതാണ്ട് 5,25,000-ഓളം രൂപയാണ് ഡോക്ടറുടെ കയ്യിൽ നിന്ന് പോയത്. അതിലൊരു 4,25,000-ഓളം സംതിങ് രൂപ തിരിച്ച് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഏതാണ്ട് 45,000 രൂപ നഷ്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് കിട്ടിയ വിവരം. ഇപ്പോൾ കോട്ടയം SP പറയുന്നത് 75,000 രൂപയോളം ഡോക്ടറിന് ഇപ്പോൾ പോയിട്ടുണ്ട്. അതിന് ബാക്കി തുക, വലിയൊരു തുക തിരിച്ചു പിടിക്കാനും കഴിഞ്ഞു. ഏതായാലും ഈ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റുകൾ, ബാങ്കുകൾ തുടങ്ങിയത് വലിയൊരു ആശ്വാസമാണ്. സൈബർ തട്ടിപ്പുകാരെ അല്ലെങ്കിൽ ഇങ്ങനൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത് ഇന്റലിജൻസ് യൂണിറ്റ്, ബാങ്കിൻ്റെ തന്നെ ഇന്റലിജൻസ് യൂണിറ്റ് പെട്ടെന്ന് കണ്ടെത്തുകയും അത് പോലീസിൽ ഇൻഫോം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം തുടങ്ങിയിരിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ആനുകൂല്യമാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെത്രയോ മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ആഴ്ചയാണ് ഈ സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരമ്പര ചെയ്തത്. മാത്രമല്ല സൈബർ തട്ടിപ്പിനെ പൊളിച്ചു കൊടുത്തവരുടെ വാർത്തകൾ തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്തു. എനിക്ക് നേരിട്ട് കോൾ വന്നു. പക്ഷേ എനിക്ക് ആദ്യത്തെ ആ കോൾ അറ്റൻഡ് ചെയ്തത് ആദ്യത്തെ അവരുടെ വാചകത്തിൽ തന്നെ ഇത് സൈബർ ഫ്രോഡാണെന്ന് മനസ്സിലാവുകയും അപ്പോൾ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. സൈബർ പോലീസിൽ കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള IT മേഖലയിലുള്ളവർ, ഡോക്ടർമാർ, അധ്യാപകരൊക്കെയാണ് ഈ സൈബർ തട്ടിപ്പ് വീരന്മാർക്ക് വഴങ്ങിക്കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഖേദകരമായ കാര്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സൈബർ പോലീസ് നേരത്തെ തന്നെ ഈ ഡോക്ടർമാർക്കും IT മേഖലയിലുള്ളവർക്കും ഒക്കെ പ്രത്യേക പരിശീലനവും ബോധവൽക്കരണവും ഒക്കെ നടത്തിയതാണ്. എന്നിട്ടും യാതൊരു പ്രയോജനവും ഇതിലില്ല എന്നുള്ളതാണ് അമ്പരപ്പിക്കുന്ന കാര്യം. രാജീവ്, അതെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ലോകപരിചയമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, ഇവരൊക്കെയും തന്നെയും അല്ലെങ്കിൽ അറിവില്ലാത്തവർ ഒരുപക്ഷെ ഇതിന് തട്ടിപ്പിന് ഇരയാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അങ്ങനെയുള്ളവർ പോലും ഇതിന് തട്ടിപ്പിന് ഇരയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.